Hi friends, welcome back. Vivoയുടെ ഏറ്റവും പുതിയ സ്ലിം ആയ ലൈറ്റ് വെയിറ്റ് ആയ വളരെ കംഫർട്ടബിൾ ആയ ഒരു നല്ല ക്യാമറ ഫോൺ 44 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ അടക്കമുള്ള ഒരു നല്ല ക്യാമറ ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇത്? ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സോ ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക്. സോ അപ്പോൾ ഈ കാണുന്നതാണ് വിവോയുടെ V23e എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഫോൺ. 44 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഫോൺ തന്നെയാണ് ഫസ്റ്റ് കാണുന്നത്. ഏറ്റവും സ്ലിം ആയ ലൈറ്റ് വെയിറ്റ് ആയ ഒരു ഫോണാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ ഫോൺ കയ്യിലോട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫോണിന്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ. ഈ രീതിയിലാണ് ഈ ഒരു ഫോൺ ഇരിക്കുന്നത്. വിവോ V23e കൊള്ളാമല്ലേ? വളരെ ലൈറ്റ് വെയിറ്റ് ആൻഡ് കംഫർട്ടബിൾ ആയ ഒരു ഫോണാണ്. 7.32 mm ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. 172 ഗ്രാം മാത്രമാണ് ഇതിന്റെ വെയിറ്റ്. വളരെ കംഫർട്ടബിൾ ആണ്, വളരെ ലൈറ്റ് ആണ്. പ്രത്യേകിച്ചും പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആയ ഒരു ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ഡിസൈൻ ആണ് വിവോ ഈ ഒരു ഫോണിന് കൊടുത്തിരിക്കുന്നത്. വളരെ കംഫർട്ടബിൾ ആൻഡ് ലൈറ്റ് വെയിറ്റ്. സോ അപ്പോൾ ഈ ഒരു വിവോ V23e നമുക്കൊന്ന് മാറ്റി വെക്കാം. ബോക്സിൽ വേറെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഫുൾ പാക്ക് ആണെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അടുത്തതായിട്ട് കേസും ഡോക്യുമെന്റേഷനും ഒക്കെ കാണാം. ഓക്കെ, ഡീസന്റ് കേസാണ്, നല്ല ക്വാളിറ്റി കേസാണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാം, നല്ല സ്ട്രോങ് ആയ നല്ല ഡീസന്റ് ആയ ഒരു ക്വാളിറ്റി ഉള്ള കേസാണ്. എന്തായാലും കേസ് മാറ്റി വെക്കാം. 44 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ് ഇതിൽ വരുന്നത്. സോ ചാർജിങ് ഒന്നും നിങ്ങൾക്ക് ഒരു ഇഷ്യൂവേ ആയിരിക്കില്ല. ടൈപ്പ് സി കേബിളും കാര്യങ്ങളും വരുന്നുണ്ട്. സോ അതും ഡീസന്റ്. ഇയർഫോൺ അടക്കം ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. സോ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഫുൾ പാക്ക് ആണെന്നാണ് ഞാൻ അറിഞ്ഞതെന്ന്. ഇയർഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിം ടോൾ ഉണ്ട്. സ്ക്രീൻ ഗാർഡും പ്രീ അപ്ലൈഡ് ആണ് ഈ ഒരു ഫോണിൽ. സോ ഈ ഒരു ഫോൺ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വേണോ, ഇയർഫോൺ, സ്ക്രീൻ ഗാർഡ് മീൻസ് സ്റ്റിക്കറാണ്, ടെമ്പർ ഗ്ലാസ് അല്ല. സോ അതടക്കം എല്ലാ സംവിധാനങ്ങളും അടക്കമാണ് ഈ ഒരു ഫോൺ അവർ പാക്ക് ചെയ്ത് വിട്ടിരിക്കുന്നത്. കൊള്ളാം എന്തായാലും. ഫോണിന്റെ ഡയമെൻഷൻ നമുക്കൊന്ന് നോക്കാം. എങ്ങനെയുണ്ട് ഒരു ഓവർവ്യൂ. താഴത്തെ സൈഡിൽ സിം ട്രേ ആണ്. ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് കേട്ടോ. 2 സിം അല്ലെങ്കിൽ ഒരു സിമ്മും മെമ്മറി കാർഡ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, അതേപോലെ വോളിയം ബട്ടണുകളും കാണാം. ലെഫ്റ്റ് സൈഡ് എംപ്റ്റി ആണ്, ഒന്നുമില്ല. ടോപ്പിൽ ഒരു നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ. റിയർ സൈഡിൽ ക്യാമറ മോഡ്യൂൾ കാണാം. 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, 8 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറ, ഒരു മാക്രോ ലെൻസ്. ഫ്രണ്ടിൽ 44 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. 6.4 ഇഞ്ച് വരുന്ന ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ അടക്കമാണ് ഇത് വരുന്നത്. സോ തീർച്ചയായിട്ടും ഒരു നല്ല സെറ്റപ്പാണ്. ഡിസ്പ്ലേ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ലൊരു ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു AMOLED ഡിസ്പ്ലേ, സഫീഷ്യൻ്റ് ആയ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളും ഉണ്ട്. ഈവൻ ഞാൻ ഔട്ട്ഡോറിൽ സെൽഫി ക്യാമറയൊക്കെ എടുക്കാൻ വേണ്ടി ഈവൻ ഡയറക്റ്റ് ഒരു 11-12 മണി നേരം ആ ഒരു നല്ല വെയിലുള്ള ടൈമിൽ ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോഴും നല്ല രീതിക്ക് തന്നെ ഒരു വിസിബിലിറ്റി ഉണ്ട്. സോ ഡിസ്പ്ലേക്കും വിസിബിലിറ്റിക്കും ഒന്നും യാതൊരു ഇഷ്യൂ ഇല്ല. ഓട്ടോ ബ്രൈറ്റ്നസ് സെൻസറും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. സോ നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെയാണ്. 60 ഹെർട്സ് ആണ് ഇതിന്റെ റീഫ്രഷ് റേറ്റ് വരുന്നത്. സൺഷൈൻ ഗോൾഡ്, മിഡ് നൈറ്റ് ബ്ലൂ, അങ്ങനെ 2 കളറിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. സോ നിങ്ങൾക്ക് താല്പര്യമുള്ള കളർ നോക്കിയെടുക്കാം. നമ്മുടെ ഇരിക്കുന്നത് ആ ബ്ലൂ വേരിയന്റ് ആണ്. ഇതിന്റെ ഡിസ്പ്ലേയിൽ വൈഡ് ബൈ 11 സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഫുൾ HDയിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കണ്ടന്റുകളും സ്ട്രീം ചെയ്ത് കാണാം. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ അടക്കമാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. പെർഫോമൻസ് കാണണ്ടേ? വളരെ ഫാസ്റ്റ് ആണ്, ഒരു ഇഷ്യൂ ഇല്ല. ജസ്റ്റ് ടാപ്പ് ചെയ്ത് അപ്പം തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഓപ്പൺ ആവുന്നുണ്ട്. ഫേസ് അൺലോക്കിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ റെസ്പോൺസ് ആണ്. ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഫേസ് അൺലോക്കിനും വരുന്നില്ല. സോ ആ സെക്യൂരിറ്റി മേഖലകളൊക്കെ വളരെ ഡീസൻ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ സാർ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഹെഡ് സാർ വാല്യൂ 1.24 ആണ് വരുന്നത്. അതേപോലെ തന്നെ ബോഡി സാർ വാല്യൂ 0.72 ആണ് വരുന്നത്. എന്തായാലും ഇതുവരെ കണ്ട കാര്യങ്ങളെല്ലാം ഡീസൻ്റ് ആണ്. പെർഫോമൻസ് എങ്ങനെയെന്ന് നോക്കിയാൽ മീഡിയാടെക്കിന്റെ ഡയമൻസിറ്റി 810 എന്ന് പറയുന്ന ഒരു ഡീസൻ്റ് ആയ പ്രൊസസ്സറാണ്. ഈ പ്രൊസസ്സർ ഇതിന് മുമ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞു. വളരെ നല്ലൊരു 5G പ്രൊസസ്സറാണ്. കേപ്പബിൾ ആയ ഒരു നല്ല പ്രൊസസ്സറാണ്. ഇതിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഡിവൈസിന് വേറെ ലാഗും കാര്യങ്ങളൊന്നുമില്ല. വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. UI റെസ്പോൺസും വളരെ ഫാസ്റ്റ് ആണ്. ഫൺ ടച്ച് ചോയ്സ് 12 ആണ്. ആൻഡ്രോയിഡ് 12 ബേസ്ഡ് തന്നെയാണ്. സോ ഏറ്റവും ലേറ്റസ്റ്റ് ആയ സെറ്റപ്പിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇപ്പോഴും പല ഫോണുകളും ആൻഡ്രോയിഡ് 11 വരുന്നത്. ഇവർ ആൻഡ്രോയിഡ് 12 തന്നെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫൺ ടച്ച് ചോയ്സ് 12 വളരെ സ്മൂത്ത് ആയ ഡീസൻ്റ് ആയ ഒരു UI തന്നെയാണ്. അതേപോലെ എക്സ്റ്റൻഡഡ് റാം 2.0 ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ 4GB റാം കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. സ്റ്റോറേജ് എന്ന് എടുത്തിട്ട് 8GB റാം 128GB സ്റ്റോറേജ് ആണ് ഇതിന്റെ മോഡൽ വരുന്നത്. ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ മെമ്മറി കാർഡ് ഉപയോഗിക്കാം. OTG ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ വേണമെങ്കിൽ എക്സ്റ്റേണൽ പെൻ ഡ്രൈവും കാര്യങ്ങളും കണക്ട് ചെയ്യാനും ബുദ്ധിമുട്ടില്ല. പിന്നെ ഗെയിമിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ഗെയിമും കളിക്കാം. കാരണം ഡയമൻസിറ്റി 810 ആണ് പ്രോസസർ. ഇതിന് അത്യാവശ്യം ഗെയിം കളിക്കാനും പറ്റും. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം BGMI ഒക്കെ അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് കളിക്കാൻ സാധിക്കും. സ്മൂത്ത് അൾട്രാ വരെയാണ് ഇതിന്റെ ഏറ്റവും കൂടിയ ഫ്രെയിം റേറ്റ് വരുന്നത്. നല്ല രീതിക്ക് തന്നെ കളിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കണ്ട് തന്നെ മനസ്സിലാക്കാം. പിന്നെ ഇതൊരു ഗെയിമിംഗ് ഫോൺ അല്ല കേട്ടോ. ബട്ട് ഇതിനകത്ത് വേണമെങ്കിൽ ഗെയിമും കളിക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗെയിമും കളിക്കാം. ഇനി ഇതിന്റെ ക്യാമറ
ക്യാമറ എങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞു ഇതൊരു നല്ല ക്യാമറ ഫോണാണെന്ന രീതിയിലാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ക്യാമറ റിവ്യൂ നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചെയ്യാം. ബട്ട് എങ്കിലും എങ്ങനെയുണ്ട് ആ ക്യാമറയുടെ ക്വാളിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം. സെൽഫി ക്യാമറ 44 മെഗാ പിക്സലിൻ്റെയാണ്. അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ ഇമേജുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഡേ ലൈറ്റിലാണെങ്കിലും ശരി, ഇപ്പോൾ ഇൻഡോർ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിലും ശരി, നല്ല ക്വാളിറ്റിയുള്ള സെൽഫി ഇമേജുകൾ നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. ഡേ ലൈറ്റിൽ അത്യാവശ്യം നല്ല ഒരു ലൈറ്റിംഗ് കണ്ടീഷൻ ആണെങ്കിൽ ഇതുപോലെ നല്ല ക്വാളിറ്റി വീഡിയോസ് നമുക്ക് ഇതിൻ്റെ സെൽഫി ക്യാമറയിൽ എടുക്കാൻ സാധിക്കും. ഇത് ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷനിലെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. ഒപ്പം തന്നെ ഓഡിയോയുടെ ക്വാളിറ്റിയും ഏറെക്കുറെ മനസ്സിലാക്കേണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യമൊക്കെ നമുക്ക് ക്യാമറ റിവ്യൂവിൽ പറയാം. എന്തായാലും ഇത് കൊള്ളാമോ എന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇതിൻ്റെ മൈക്കിൻ്റെ ക്വാളിറ്റിയും ഇപ്പോൾ ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇങ്ങനെയാണ് ഇതിൻ്റെ ക്യാമറ, സെൽഫി ക്യാമറയുടെ ഒരു പെർഫോമൻസ്. മെയിൻ ക്യാമറയുടെ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആർട്ടിഫിഷ്യൽ ലൈറ്റിലുള്ള ഇമേജുകളാണെങ്കിലും ഡേ ലൈറ്റിലുള്ള ഇമേജുകളാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. വീഡിയോ ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ക്യാമറയുടെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് എടുക്കാൻ സാധിക്കും. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ ഫോട്ടോസും നന്നായിട്ടുണ്ട്. പിന്നെ ക്യാമറയുടെ ഭാഗത്ത് ക്യാമറ 2 API ലെവൽ ഫുള്ളാണ് വരുന്നത്. വേണമെങ്കിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊക്കെ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന സാരം. കൂടുതൽ വിശദമായിട്ട് ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ പറ്റുമെങ്കിൽ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഒരു ക്യാമറ ഫോൺ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയ ഒരു ഐഡിയ കിട്ടും. ഇനി ഇതിൻ്റെ ബാറ്ററി നോക്കിക്കഴിഞ്ഞാൽ 4050 mAh ബാറ്ററിയാണ്. സോ ഒരു ഡീസൻ്റ് ആയ ബാറ്ററി ലൈഫ് നമുക്ക് ഒരു ദിവസത്തേക്ക് സഫീഷ്യൻ്റ് ആയ ഒരു ബാറ്ററി ലൈഫ് ഈ ഒരു ഫോൺ തരുന്നുണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. സഫീഷ്യൻ്റ് ആയ രീതിയിൽ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്തെടുക്കാം. ഒരു ദിവസം സുഖമായിട്ട് കൊണ്ടു നടക്കാം. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ആണ്. സോ അതിനൊന്നും വേറെ ഇഷ്യൂസ് ഇല്ല. ബാറ്ററി ലൈഫ് ഒക്കെ ഡീസൻ്റ് ആണ്. സോ അത്രയുമാണ് വിവോ V23e എന്ന് പറയുന്ന ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകതകൾ. ഇതിൻ്റെ പ്രൈസ് 8GB RAM 128GB സ്റ്റോറേജിന് 25,990 രൂപയാണ്. ഓഫ്ലൈൻ വിവോ ഫോണാണ്. ഓൾറെഡി നമുക്കറിയാം ഇവർ ഓഫ്ലൈനിലാണ് ഇത്തരം ഫോണുകൾ ഇറക്കുന്നത്. അങ്ങനെ ഓഫ്ലൈൻ ഷോപ്പുകളിൽ നിന്നൊക്കെ ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒരു നല്ല ക്യാമറ ഫോൺ എന്ന രീതിയിൽ പരിഗണിക്കാം. പ്ലസ് സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ്, കംഫർട്ടബിൾ, ഓവറോൾ ഡീസൻറ്റ് സെറ്റപ്പാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. സോ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.